നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം. ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണിയിരുന്ന നമ്മൾ ഇന്ന് അതേ ആകാശത്തിനപ്പുറത്തേക്ക് സ്വന്തം റോക്കറ്റുകൾ അയച്ച് ചരിത്രം കുറിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 23, ഇന്ത്യയുടെ നാഷണൽ സ്പേസ് ഡേ. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3യുടെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചരിത്ര നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്ത്യ ഈ ദിവസത്തെ നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നത്. ചന്ദ്രനിൽ ഇറങ്ങിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതിനേക്കാൾ വലിയൊരു പ്രത്യേകതയായിരുന്നു ആ ദൗത്യത്തിന്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം വിജയകരമായി ഇറങ്ങിയ ആദ്യത്തെ രാജ്യം ഇന്ത്യയായിരുന്നു. പരിമിതമായ വിഭവങ്ങൾക്കിടയിലും കൃത്യമായ ശാസ്ത്രീയ ആസൂത്രണവും ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഠിനാധ്വാനവും ചേർന്നാണ് ആ നേട്ടം സാധ്യമായത്. അന്നത്തെ ആ നിമിഷം ഓർക്കുമ്പോൾ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു കാഴ്ചയാണ്: ചന്ദ്രന്റെ മണ്ണിൽ പതിഞ്ഞ വിക്രം ലാൻഡർ. പിന്നെ ലോകം മുഴുവൻ കേട്ട ഇന്ത്യ ഇസ് ഓൺ ദി മൂൺ എന്ന അഭിമാന നിമിഷം. അതുകൊണ്ട് നാഷണൽ സ്പേസ് ഡേ എന്നത് ഒരു ബഹിരാകാശ ദിനം മാത്രമല്ല, സ്വപ്നം കാണാനും അതിനായി പരിശ്രമിക്കാനും പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് വീണ്ടും മുന്നോട്ട് പോകാനും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്ന് ചന്ദ്രനിലെത്തിയ ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യങ്ങൾ അതിലും വലുതാണ്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഗഗൻയാൻ ദൗത്യം മുതൽ ചന്ദ്രനെയും മറ്റു ഗ്രഹങ്ങളെയും കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങൾ വരെ. ഇനി അപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒന്ന് ഓർക്കാം, ചന്ദ്രൻ ദൂരെയാണെന്ന് തോന്നിയാലും അവിടെ എത്താനുള്ള സ്വപ്നത്തിന് ആ ദൂരം ഒരു തടസ്സമായില്ല. സ്വപ്നങ്ങൾ കാണണം, അതിനായി കഠിനമായി പരിശ്രമിക്കണം. ഒരു നാൾ ആ സ്വപ്നം നമ്മളെ തന്നെ എത്തിപ്പിടിക്കും. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ബംഗാൾ ഉൾക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങി അപകടം. കപ്പലിൽ 24 ചൈനീസ് പൗരന്മാർ. അപകടം ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് ഇരുമ്പേരുമായി പോകുന്നതിനിടെ. രക്ഷാപ്രവർത്തനം തുടരുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കലിൽ പ്രതിഷേധം കനത്തു. വിമർശനം കടുപ്പിച്ച് കേരള എംപിമാർ. റിപ്പോർട്ട് തേടി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പാലക്കാട് ഡിവിഷനെ വിഭജിക്കുന്നത് കേരളം അറിയാതെ. കേരളത്തിന്റെ റെയിൽവേ വരുമാനത്തിൽ കടുത്ത നഷ്ടമുണ്ടാകും. ട്രെയിനുകളുടെ സമയക്രമത്തിലും തിരിച്ചടിക്ക് സാധ്യത. മാസപ്പടി കേസിൽ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ CPM. MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് കോഴിക്കോട് മുതലക്കുളത്ത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ്. പ്രതികളായ CPM നേതാക്കൾ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തത് വിവാദത്തിൽ. CCTV വാങ്ങിയതിന്റെ പണം നൽകിയില്ലെന്ന് ആരോപിച്ച് വീട് കയറി ആക്രമണം. അതേ CCTV വഴി പ്രതികളെ തിരിച്ചറിഞ്ഞു. അതിക്രമമുണ്ടായത് തൃശൂർ കേച്ചേരിയിലെ വിമീഷിന്റെ വീട്ടിൽ. ആക്രമണം പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിൽ. കൊച്ചി മെട്രോ പദ്ധതിയുടെ പേരുമാറ്റത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനം ഉടനുണ്ടാകും. പേരുമാറ്റ നടപടികൾ നിർത്തിവെച്ച് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. തീരുമാനിക്കാനുള്ള സർവാധികാരം സർക്കാരിനെന്ന് വിശദീകരണം. അപേക്ഷ നൽകിയത് കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച്. സർക്കാർ തീരുമാനം അറിയിക്കാതെ തുടർ നടപടികളിലേക്ക് ഇല്ലെന്നും KMRL. കോളിവുഡിനെ നിശ്ചലമാക്കാൻ തമിഴ് സിനിമാ നിർമ്മാതാക്കൾ. സെപ്റ്റംബർ 1 മുതൽ സമ്പൂർണ്ണ സമരം. പ്രതിഷേധത്തിന് വഴിവെച്ചത് OTT റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും തമ്മിലുള്ള സമരം. തിയേറ്ററിലെത്തി 8 ആഴ്ച കഴിഞ്ഞേ OTT റിലീസ് പാടൂവെന്ന് ഉടമകൾ. ഗുരുവായൂരിൽ ഇന്ന് വിവാഹങ്ങളിൽ റെക്കോർഡ്. ഇന്ന് നടക്കുന്നത് 437 വിവാഹങ്ങൾ. ആദ്യ മണിക്കൂറിൽ നടന്നത് 67 വിവാഹ ചടങ്ങുകൾ. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണം.
ന്യൂസ് ഗോൾഡ് പ്രസൻസ് ന്യൂസി മോർണിംഗിൽ ഇനി വാർത്തകൾ വിശദമായി. ഓണം ഇങ്ങ് എത്തുകയാണ്. ഇനി വെറും 3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വിപണികളൊക്കെ ഉയരുകയാണ്. എല്ലാവരും ഓണത്തിരക്കുകളിലാണ്. സാധനങ്ങൾ വാങ്ങാനും ഓണാഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനും ഒക്കെയുള്ള തിരക്കിലാണ്. ഓഫീസുകളിലും സ്കൂളുകളിലും ഒക്കെ എനിക്കൊന്ന് സ്കൂളുകളൊക്കെ അടച്ചു, കുട്ടികളൊക്കെ വീട്ടിലാണ്. എല്ലാവരും ഒരു ആഘോഷത്തിന്റെ മൂഡിലാണ്. ഈ സമയത്ത് തന്നെയാണ് ചെറിയൊരു മഴ മുന്നറിയിപ്പും ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് വാർത്തകൾ വിശദമായി നോക്കാം. ബംഗാൾ ഉൾക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങി അപകടം. ഒഡീഷയിലെ പാരദ്വീപ് തീരത്ത് നിന്ന് 240 നോട്ടിക്കൽ മൈൽ അകലെ 24 ജീവനക്കാരുമായി സഞ്ചരിച്ച MV ഓഷ്യൻ വിന്നർ എന്ന കപ്പലാണ് മുങ്ങിയത്. കപ്പൽ ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് ഇരുമ്പയിരുമായി പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. കടലിൽ കുടുങ്ങിയ ജീവനക്കാർക്കായി ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നന്ദന രാജനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നന്ദന, വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു? എന്തെങ്കിലും സഹായങ്ങളൊക്കെ ഇവർക്ക് ലഭിച്ചതായി അറിയാൻ സാധിക്കുന്നുണ്ടോ? സേറ, തീർച്ചയായും വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്തു നിന്നും പുറപ്പെട്ട MV ഓഷ്യൻ വിന്നർ എന്ന ചരക്കുകപ്പലാണ് ഇന്നലെ രാത്രിയോടെ ബംഗാൾ ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ടത്. പാരദ്വീപ് തുറമുഖത്തു നിന്നും ഏകദേശം 240 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിക്ക് സമീപത്ത് വെച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. ഒഡീഷയിൽ നിന്ന് 1700 ടൺ ഇരുമ്പയർ അയൺ ഓറ് കയറ്റിക്കൊണ്ട് സിംഗപ്പൂർ വഴി ചൈനയിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ. കപ്പലിൽ ആകെ 24 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 20 പേർ ചൈനീസ് പൗരന്മാരും 3 പേർ മ്യാൻമർ സ്വദേശികളും 1 ബംഗ്ലാദേശ് സ്വദേശിയുമാണ് ഉണ്ടായിരുന്നത്. അപകട സന്ദേശം ലഭിച്ചയുടൻ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിലിനായി ICGS വരദ്, ICGS അൻമോൾ, ICGS വിജിത് എന്നീ അത്യാധുനിക കോസ്റ്റ് ഗാർഡ് കപ്പലുകളും നാവികസേനയുടെ നിരീക്ഷണ വിമാനങ്ങളും പ്രദേശത്തേക്ക് തിരിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആകാശമാർഗവും കടൽ മാർഗവും ഒരേപോലെ പരിശോധന നടത്തി വരികയാണ്. അപകടസ്ഥലത്തിന് സമീപത്തൂടെ കടന്നുപോയ MT ഐസോപോസ് എന്ന മറ്റൊരു ചരക്കു കപ്പൽ ലൈഫ് റാഫ്റ്റിൽ നിന്ന് 2 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 24 പേരിൽ നിന്നും 2 പേരെ രക്ഷപ്പെടുത്തി. ബാക്കി 22 പേർക്കുള്ള തിരച്ചിലാണ് ഇപ്പോൾ മോശം കാലാവസ്ഥയും അവഗണിച്ച് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടത് പനാമ രാജ്യത്തിന്റെ ഫ്ലാഗുള്ള ബൾക്ക് കാരിയർ വിഭാഗത്തിൽപ്പെട്ട കപ്പലാണ്. കപ്പലിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ പെട്ടെന്ന് നഷ്ടമാവുകയായിരുന്നു. ഇതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കടലിലുണ്ടായ പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനവും ഈ പറയുന്ന ഈ ഒരു അപകടത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇപ്പോൾ മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് ഈ ഒരു ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെയും മറികടന്നുകൊണ്ട് അവിടെ കോസ്റ്റ് ഗാർഡും അതുപോലെ നാവികസേനയും സംയുക്തമായ രീതിയിൽ ബാക്കി 22 പേരെ അല്ലെങ്കിൽ ആ 22 ജീവനുകളെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. സേറ, ശരി. നന്ദന രാജനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. ആകെ മൊത്തം 24 പൗരന്മാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ്. ഇന്ന് മുതൽ 3 ദിവസത്തേക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവോണ ദിവസമായ 26-ന് നിലവിൽ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. മാസപ്പടി കേസിൽ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് കോഴിക്കോട് നടക്കും. വൈകിട്ട് മുതലക്കുളത്ത് നടക്കുന്ന പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ, DYFI പ്രാദേശിക നേതാവ് നന്ദുലാൽ എന്നിവരുടെ വീട്ടിലും സ്ഥാപനത്തിലും കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടത്തിയിരുന്നു. ഹവാല ആരോപണം അടക്കം തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ്. പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയപ്പോൾ സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. സ്റ്റേഷന് മുന്നിലെ ഊഞ്ഞാലിൽ ആടുകയും പൂക്കളത്തിന് സമീപം നിന്ന് വീഡിയോ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിൽ ആഭ്യന്തര വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പിയുടെ പുതുതായി നിയമിച്ച ദേശീയ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. പിന്നീട് യോഗത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചു. സംഘടനാ യോഗങ്ങൾ ആശയങ്ങൾ കൈമാറുന്നതിനും ജനങ്ങളുമായുള്ള പാർട്ടിയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അവസരമാണെന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. പാർട്ടി പ്രസിഡന്റ് നിതിൻ നബിന്റെ നേതൃത്വത്തിൽ 65 അംഗ ദേശീയ ഭാരവാഹികളെ ബി.ജെ.പി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് യോഗം നടന്നത്. 2015-ൽ അമിത്ഷാ ബി.ജെ.പി പ്രസിഡന്റ് ആയിരുന്നതിന് ശേഷം പാർട്ടിയുടെ ആദ്യത്തെ പ്രധാന സംഘടനാ പുനഃസംഘടനയാണിത്. ഇന്ത്യയിലെ 70 കോടി സ്ത്രീകളെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിശേഷിപ്പിച്ച് രാഹുൽ ഗാന്ധി മനുസ്മൃതി നിഷ്കർഷിക്കുന്ന രീതികളെ തള്ളിക്കളഞ്ഞ് ഒരു സ്ത്രീ മറ്റാരുടെയും സ്വത്തല്ലെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ പ്രധാനമാണെന്നും അംഗീകരിക്കുമ്പോൾ അത് അവളുടെ വ്യക്തിത്വത്തെയോ ഉടമസ്ഥതയോ നിർണ്ണയിക്കുന്നില്ല, അത് അവളിൽ മാത്രം നിക്ഷിപ്തമാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പൂനെയിലെ AISSMS കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചത്രോൺ കി ഗൂഞ്ച് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The biggest strength of this country is the fact that our women should be independent, should stand for themselves, should believe in themselves. You belong to nobody. You do not belong to anybody except yourself. You have a relationship with your father. You have a relationship with your brother. You have a relationship with your husband. You have a relationship with your son. But you do not belong to them. You belong to yourself. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജന നീക്കം കർണാടകയിലെ ബി.ജെ.പിയെ പ്രേരിപ്പിക്കാനാണെന്ന വിമർശനവുമായി VK ശ്രീകണ്ഠൻ MP. കേരളത്തിലെ MPമാരോ സർക്കാരോ അറിയാതെയാണ് അർദ്ധരാത്രിയിൽ ഈ വിവേചനപരമായ തീരുമാനമുണ്ടായതെന്നും ഡിവിഷൻ വിഭജിക്കില്ലെന്ന് നേരത്തെ നൽകിയ ഉറപ്പ് ലംഘിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി വാക്കുമാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വഞ്ചനാപരമായ നിലപാടിനെതിരെ റെയിൽവേ മന്ത്രാലയത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് തുടക്കമിടുമെന്നും പാർലമെന്റിന് അകത്തും പുറത്തും പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജന നീക്കത്തിനെതിരെ കേന്ദ്ര സർക്കാരിനും റെയിൽവേ മന്ത്രാലയത്തിനുമെതിരെ ഷാഫി പറമ്പിൽ MP. അഡ്മിനിസ്ട്രേഷൻ സൗകര്യമാണ് ഡിവിഷൻ മാറ്റത്തിന് കാരണമായി പറയുന്നതെങ്കിൽ ചെന്നൈയിലുള്ള ദക്ഷിണ റെയിൽവേ ആസ്ഥാനം എന്തുകൊണ്ട് കേരളത്തിലേക്ക് മാറ്റുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. ഈ വിവേചനത്തിനെതിരെ പാലക്കാട് ഡിവിഷൻ കേന്ദ്രീകരിച്ചും ഡൽഹിയിലും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും KPCC ഉടൻ തന്നെ പ്രത്യക്ഷ സമരം പ്രഖ്യാപിക്കുമെന്നും MP വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. മെട്രോയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അപേക്ഷ നൽകിയതെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. ഇതിൽ പൂർണ്ണമായി തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണെന്നും KMRL വ്യക്തമാക്കിയിരുന്നു. സർക്കാർ തീരുമാനം പറയാതെ പേരുമാറ്റത്തിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് മെട്രോ അറിയിച്ചിട്ടുമുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ എതിർപ്പ് പരസ്യമാക്കിയതോടെയാണ് പേരുമാറ്റത്തിൽ KMRLന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ നിർത്തിവെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാനി, ഈ കൊച്ചി മെട്രോയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെസ്പോൺസസ് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ഇത് തീർച്ചയായും കൊച്ചി മെട്രോ എന്നുള്ളൊരു ബ്രാൻഡിങ്ങിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? KMRL ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് ഒരു മെട്രോ അല്ലെങ്കിൽ അതേ ഒരു ആശയത്തിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കൂടുതൽ മെട്രോകൾ സമാനമായ രീതിയിൽ വരികയാണെങ്കിൽ അതിനൊരു പൊതു പേര് വരിക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ആ കമ്പനിക്ക് ഒരു പേരായിരിക്കണം എന്നതാണ്
കേന്ദ്ര നിർദ്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് സ്വാഭാവികമായ ഒരു നടപടി തങ്ങൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം വരുന്നത്. കാരണം അവരത് വിശദീകരിക്കാനുള്ളൊരു കാരണം ഇതിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പോലും ഇതിനോട് ഇവരുടെ ഈ നടപടിയോടൊരു നീരസം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് മറുപടി പറയുകയും ചെയ്തത്. അതുകൊണ്ടാണ് മറ്റൊരു വിശദീകരണക്കുറിപ്പുമായി കഴിഞ്ഞ ദിവസം KMRL രംഗത്ത് വരികയും ചെയ്തത്. അവർ പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായ അധികാരം സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഇതിൻ്റെ എന്ത് പറയുന്നുവോ അത് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് സർക്കാർ ഇതിൽ ഒരു തീരുമാനം ഉടൻ പറഞ്ഞേക്കും അല്ലെങ്കിൽ പ്രഖ്യാപിച്ചേക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. KMRL ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെതായൊരു നിർദ്ദേശമുണ്ട്. ഒരു സംസ്ഥാനത്ത് ഒരു മെട്രോ അല്ലെങ്കിൽ ഒന്നിലധികം മെട്രോകൾ വരുമ്പോൾ അതിനൊരു പൊതുപേര് വേണമെന്നുള്ളത്. അപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങളിൽ ലക്നൌവിലും ഗുജറാത്തിലും അഹമ്മദാബാദിലും എല്ലാം തന്നെയും ഈ രീതിയിലുള്ള നിർദ്ദേശം, മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങളും നടപടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചുവട് പിടിച്ച് തങ്ങളും നീങ്ങിയെന്നേ ഉള്ളൂ. സംസ്ഥാനത്ത് ഇപ്പോൾ ചർച്ച നടക്കുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടും ഈ മെട്രോ റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ. അതുമാത്രവുമല്ല മറ്റു പല നിർമ്മാണ പദ്ധതികളും KMRL നിലവിൽ കൊച്ചി മെട്രോ ലിമിറ്റഡ് ഇതുമായി പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുമുണ്ട്. അതോടൊപ്പമാണ് ഈ വാട്ടർ മെട്രോ പദ്ധതികൾ, കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി പോലുള്ള പദ്ധതികൾ പലയിടങ്ങളിലും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിലധികം പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ആ കമ്പനിക്ക് ഒരു പേര് നൽകുകയും അതാത് മേഖലകളിൽ തുടങ്ങുന്ന പദ്ധതിക്ക് അതിനോട് യോജിച്ച പേരുകൾ നൽകുകയും ചെയ്യുന്നത് എന്നത് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൊച്ചി മെട്രോ എന്ന പേര് തൽക്കാലം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് അറിയിക്കേണ്ടതെന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വൈകാതെ ഇത്തരമൊരു പ്രഖ്യാപനമോ തീരുമാനമോ അല്ലെങ്കിൽ KMRLൻ്റെ ഭാഗത്തു നിന്ന് നൽകിയ കത്തിനൊരു മറുപടിയെങ്കിലും വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനി പോളാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മക്ക പ്രതിരോധ ഉടമ്പടി ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി S. ജയശങ്കർ. ഉടമ്പടിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ എന്ത് നേട്ടമാണ് കൈവരിച്ചത്? അംഗങ്ങൾ നേരിടുന്ന സൈനിക സാഹചര്യങ്ങളിലേക്ക് ചൂണ്ടിയാണ് S. ജയശങ്കറിന്റെ പ്രതികരണം. The bulk of whom are actually serving in ships out there. So every time there's an attack on commercial shipping, there's a good likelihood that there's an Indian national who's endangered. So my calculations are very unique to me. So I don't think these kinds of comparisons are really fair. I don't think they're really relevant. But does the Mecca Act... You think about it. I mean, you refer to it as a defense pact. There are live military situations which each of the signatory faces. What has the Mecca Pact done in response to that? In my calculus, everything counts. Everything will have a weight. You know, it's not something which is... and sometimes things need to play out as well. ഇറാനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നാളെ പ്രഖ്യാപിക്കും. ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് സൂചന നൽകിയിരുന്നു. അതേസമയം അമേരിക്കയുടെ നിലപാടിനെ ഇറാൻ തള്ളിക്കളയുകയാണ്. ട്രംപിന്റെ ഇപ്പോഴത്തെ വാചാട്ടോപ്പം നിരാശയിൽ നിന്നാണ് ഉണ്ടായതെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ അടുത്ത അനുയായി ഹുസൈൻ തയ്യിബ് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളൊരു പള്ളിയിൽ കയറുന്നു, അവിടെ പ്രാർത്ഥന നടക്കുന്നില്ല, പകരം റോക്കറ്റ് പാർട്സ് കിടക്കുന്നു. ഇത് ഒരു സിനിമ കഥയൊന്നുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ തുമ്പയിൽ നടന്ന യഥാർത്ഥ കഥയാണ്. 1960കളുടെ തുടക്കത്തിൽ ഇന്ത്യ ബഹിരാകാശ ഗവേഷണത്തിലേക്ക് ആദ്യ ചുവട് വെക്കാൻ തയ്യാറെടുക്കുന്ന കാലം. വിക്രം സാരാഭായും സംഘവും ഒരു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ അവരെത്തിയത് തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു ചെറിയ ഫിഷിംഗ് വില്ലേജായ തുമ്പയിലാണ്. എന്തുകൊണ്ട് തുമ്പ എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഇക്വേറ്ററിന് വളരെ അടുത്തുള്ള സ്ഥലമായിരുന്നു അത്. അന്തരീക്ഷത്തെയും അയണോസ്ഫിയറിനെയും കുറിച്ചുള്ള ഗവേഷണത്തിന് അതൊരു പെർഫെക്റ്റ് ലൊക്കേഷൻ ആയിരുന്നു.
പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അവർക്ക് വേണ്ട സ്ഥലത്തിൻ്റെ നടുവിൽ ഒരു പഴയ പള്ളി, സെൻറ് മേരീസ് മഗ്ദലീൻ ചർച്ച്. പള്ളിയോടൊപ്പം ബിഷപ്സ് റെസിഡൻസും ചുറ്റും മത്സ്യത്തൊഴിലാളികളുടെ വീടുകളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിക്രം സാരാഭായി അന്നത്തെ തിരുവനന്തപുരം ബിഷപ്പായ പീറ്റർ ബെർണാഡ് പെരേരയെ കാണാൻ പോയി. ആ കൂടിക്കാഴ്ച നടന്നത് ഒരു സാറ്റർഡേ ആയിരുന്നു. ബിഷപ്പ് പറഞ്ഞു, നാളെ സൺഡേ മാസിന് വരൂ, അവിടെ വെച്ച് നമുക്കിത് സംസാരിക്കാം. അടുത്ത ദിവസം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പള്ളിയിൽ മാസ് നടക്കുമ്പോൾ ബിഷപ്പ് വിശ്വാസികളോട് കാര്യം പറഞ്ഞു. അതിങ്ങനെയായിരുന്നു: ഒരു പ്രശസ്തനായ സയന്റിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സ്പേസ് റിസർച്ച് ചെയ്യാനായി നമ്മുടെ പള്ളിയും ഈ സ്ഥലവും വേണമെന്ന് അദ്ദേഹം പറയുന്നു. സയൻസ് സത്യത്തെ അന്വേഷിക്കുന്നു, സ്പിരിച്വാലിറ്റിയും മനുഷ്യന്റെ നന്മയ്ക്കായി വഴികാട്ടുന്നു. അപ്പോൾ നമ്മുടെ ഈ ദേവാലയം ഒരു സയന്റിഫിക് മിഷന് വേണ്ടി നൽകാമോ? പള്ളിക്കുള്ളിൽ കുറച്ചു നേരം ഒരു നിശബ്ദതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എല്ലാവരും കൂടെ കൂട്ടത്തോടെ എയ്മൻ എന്ന് പറഞ്ഞു. അതിനോടൊപ്പം ഇന്ത്യയുടെ സ്പേസ് ജേണിക്കും ഒരു വലിയ വാതിൽ തുറക്കുകയായിരുന്നു. പിന്നെ സംഭവിച്ചത് അതിലും അത്ഭുതകരമായ കാര്യങ്ങളാണ്. ആ പള്ളി തന്നെ റോക്കറ്റ് സയന്റിസ്റ്റിന്റെ വർക്ക് പ്ലേസ് ആയി മാറി. പ്രയർ റൂം ലബോറട്ടറി ആയി, ബിഷപ്സ് റൂം ഡിസൈൻ ഓഫീസായി, ചുറ്റിനുമുള്ള ചെറിയ കെട്ടിടങ്ങളൊക്കെ ലബോറട്ടറീസും സ്റ്റോറേജ് സ്പേസസുമായി മാറി. ഇന്നത്തെ പോലെയുള്ള വലിയ ലബോറട്ടറീസ് ഒന്നും അന്നും ഉണ്ടായിരുന്നില്ല, സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. റോക്കറ്റിന്റെ ഭാഗങ്ങൾ പോലും വലിയ വാഹനങ്ങളിലല്ല, ചെറിയ ബൈസിക്കിളുകളിലും ബുള്ളോക്ക് കാട്ടുകളിലും ഒക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. അക്കാലത്തെ യങ് സയന്റിസ്റ്റിന്റെ കൂട്ടത്തിൽ പിന്നീട് ഇന്ത്യയുടെ മിസൈൽ മാനായ APJ അബ്ദുൽ കലാമും ഉണ്ടായിരുന്നു. അങ്ങനെ 1963 നവംബർ 21 തുമ്പയിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യ സൗണ്ടിങ് റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചു. അതൊരു റോക്കറ്റ് ലോഞ്ച് മാത്രമായിരുന്നില്ല, ഒരു ചെറിയ ഫിഷിംഗ് വില്ലേജിൽ നിന്ന് ഇന്ത്യയുടെ സ്പേസ് ഡ്രീമിന്റെ കൗണ്ട് ഡൗൺ ആയിരുന്നു അത്. പിന്നീട് ഈ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അഥവാ ടേൾസ് വളർന്നു. അതിൽ നിന്നാണ് പിന്നീട് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അതായത് നമ്മുടെ ഇന്നത്തെ VSSC രൂപപ്പെട്ടത്. ഇന്ന് നമ്മൾ റോക്കറ്റ് ലോഞ്ചസിനെ കുറിച്ചും സാറ്റലൈറ്റ്സിനെ കുറിച്ചും ചന്ദ്രയാനെ കുറിച്ചും ഒക്കെ അഭിമാനത്തോടെ പറയുമ്പോൾ ആ വലിയ യാത്രയുടെ ആദ്യത്തെ ചാപ്റ്റർ എഴുതിയത് ഒരു വലിയ ലബോറട്ടറിയിൽ നിന്നുമായിരുന്നില്ല, അതൊരു പള്ളിയിൽ നിന്നുമായിരുന്നു. അതിനാലാണ് തുമ്പയുടെ കഥയിൽ സയൻസും സ്പിരിച്വാലിറ്റിയും ഒരുമിച്ച് നിൽക്കുന്നത്. ഒരു വശത്ത് പ്രാർത്ഥന, മറ്റൊരു വശത്ത് റോക്കറ്റ്. ഒടുവിൽ രണ്ടും ലക്ഷ്യം വെച്ചത് ഒരേ കാര്യത്തിലേക്കായിരുന്നു: മനുഷ്യന്റെ നന്മയിലേക്കും അറിവിലേക്കും മുൻപോട്ടുള്ള യാത്രയിലേക്കും. അതുകൊണ്ട് തന്നെ തുമ്പയുടെ കഥ ഒരു സ്പേസ് സ്റ്റോറി മാത്രമല്ല, വിശ്വാസം ഒരു രാജ്യത്തിന്റെ സ്വപ്നത്തിന് വഴിയൊരുക്കിയ കഥ കൂടിയാണ്. ഇനിയും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും പ്രത്യേകിച്ചും ഓണവിശേഷങ്ങളൊക്കെ ഇനി ഒരുപാട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരികെ എത്താം. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിൽ ഇനി ഒരു ചെറിയ ഇടവേള. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും
കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസി മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ബാക്കി വാർത്തകളിലേക്കും വിശേഷങ്ങളിലൊക്കെ പോകാം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ എത്തിയപ്പോൾ സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. സ്റ്റേഷന് മുന്നിലെ ഊഞ്ഞാലിൽ ആടുകയും പൂക്കളത്തിന് സമീപം നിന്ന് വീഡിയോ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിൽ ആഭ്യന്തര വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാൻ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തെ എക്കാലത്തെയും വിവാദ നായകനാണ് CPM നേതാവായ IP ബിനു. പാളയം ഏരിയ കമ്മിറ്റി അംഗം എന്നതിനപ്പുറം വിവിധ കേസുകളിൽ ഇദ്ദേഹം പ്രതിയാണ്. ബിനു അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത് എത്ര വലിയ സുരക്ഷാ വീഴ്ചയായാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്? ഇന്നലെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷ പരിപാടികൾ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയത്. അതിനിടയിലാണ് ED ആക്രമണ കേസിലെ പ്രതികളായ IP ബിനു, ആറ്റുകാൽ ഉണ്ണി തുടങ്ങിയവർ അവിടെ ഒപ്പിടാനായി സ്റ്റേഷനിലെത്തിയത്. ഒപ്പിട്ട് മടങ്ങുന്നതിനിടയിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷന് പുറത്ത് തയ്യാറാക്കിയിരുന്ന ഊഞ്ഞാലിൽ ബിനു ഉൾപ്പെടെയുള്ളവർ ഊഞ്ഞാലാടുകയും അതോടൊപ്പം പൂക്കളത്തിന് സമീപം നിന്ന് റീൽസ് എടുക്കുകയും ചെയ്തതോടെയാണ് ആ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇത് വിവാദമായതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം പ്രതികൾ നടത്തിയത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണോ എന്ന് നിയമവിദഗ്ധരുമായി ആലോചിച്ച് അവരുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കൂടി ഉള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും പ്രാഥമികമായി പോലീസിന് ഇതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. കാരണം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ കേസിലെ പ്രതികൾക്ക് സ്റ്റേഷന് മുമ്പിൽ കെട്ടിയ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടാൻ കഴിയുന്നത് എന്നൊരു ചോദ്യമാണ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷണത്തിനൊടുവിൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ശരി, ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു വിവാദമാണ് ഇപ്പോൾ ഇതിനെ ചൊല്ലി രൂപപ്പെട്ടിട്ടുള്ളത്. തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസിന് സമീപം ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പശുമല പേക്കാനം സ്വദേശിയായിരുന്ന ധർമ്മരാജാണ് മരിച്ചത്. 55-ാം മൈലിലെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് അപകടം സംഭവിച്ചത്. CCTV വാങ്ങിയതിന് പണം നൽകിയില്ല എന്ന് ആരോപിച്ച് കട ഉടമയും സംഘവും അതിക്രമം നടത്തിയതായി പരാതി പുറത്തുവരുന്നു.
തൃശൂർ കേച്ചേരിയിൽ ബിമീഷിന്റെ വീട്ടിൽ ഒരു സംഘം എത്തി CCTV ക്യാമറകളും വാട്ടർ ഫിൽറ്ററും നശിപ്പിച്ചുവെന്നാണ് പരാതി പുറത്തു വന്നിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കുന്നംകുളം പോലീസിൽ വീട്ടുടമയ്ക്കെതിരെ പരാതിയുണ്ട്. പോലീസ് ഈ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ട് ഒരു സംഘം ആളുകൾ ആക്രമണം നടത്തിയത്. സംഘത്തിലെ 2 പേരെ ബിമീഷ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CCTV സ്ഥാപനം നടത്തുന്ന അരവിന്ദ് കൃഷ്ണ, കുന്നംകുളത്ത് ഹോംഗാർഡായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്നിവരെയാണ് ബിമീഷ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞത്. തമിഴ് സിനിമാ ലോകത്തെ നിശ്ചലമാക്കിക്കൊണ്ട് സെപ്റ്റംബർ 1 മുതൽ നിർമ്മാതാക്കളുടെ സമ്പൂർണ്ണ സിനിമാ സമരം നടക്കാൻ പോകുകയാണ്. OTT റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും തമ്മിലുള്ള ഒരു തർക്കമാണ് തമിഴ് സിനിമാ വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. സിനിമാ തിയേറ്ററിലെത്തി 8 ആഴ്ച കഴിഞ്ഞേ OTTയിൽ നൽകാവൂ എന്ന തിയേറ്റർ ഉടമകളുടെ കർശന നിലപാടാണ് ഈ ഒരു സമരത്തിന് കാരണം. കൂടുതൽ വിവരങ്ങളുമായി ഹരികൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഹരി, ഇപ്പോൾ തമിഴ് സിനിമാ ലോകത്ത് വലിയൊരു വിവാദമാണ് ഉയർന്നിരിക്കുന്നത്. ഇവർ തമ്മിലുണ്ടായ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുണ്ടായ തർക്കത്തിനെ ചൊല്ലി ഇപ്പോൾ സെപ്റ്റംബർ 1 മുതൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ, ഹരി? ഗുഡ് മോർണിംഗ്. ഇങ്ങനൊരു വഷളായ സിറ്റുവേഷനിലേക്ക് കുറച്ചധികം നാളുകളായി നീണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയിലും സമാനമായ സ്ഥിതിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷെ തമിഴ് സിനിമയിൽ ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ തിയേറ്റർ വിൻഡോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിയേറ്ററുകളിൽ 8 ആഴ്ചകൾക്ക് റിലീസ് ചെയ്ത് 8 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ OTTയിൽ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള തിയേറ്റർ ഉടമകളുടെ ഒരു തീരുമാനമാണ്. ഇത് നിർമ്മാതാക്കൾ കുറച്ചധികം നാളുകളായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ജനനായകൻ എന്ന സിനിമ കഴിഞ്ഞ മാസം 23-ന് റിലീസ് ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ ജനനായകൻ OTTയിൽ എത്തിയിരിക്കുകയാണ്. അതായത് 1 മാസത്തിനുള്ളിൽ തന്നെ OTT റിലീസ് എത്തുന്നു. ഇത് ജനനായകന്റെ മാത്രം കഥയല്ല, പല തമിഴിലെ പ്രധാനപ്പെട്ട നായകന്മാർക്കും ഇതുപോലെ 8 ആഴ്ചകൾക്കൊന്നും തിയേറ്ററിൽ കളിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നില്ല. ഇത് തിയേറ്റർ ഓണേഴ്സ് വർഷങ്ങളായിട്ട് എതിർക്കുകയാണ്. പ്രത്യേകിച്ച് OTT ബൂം വന്നതിന് ശേഷം, അതായത് കോവിഡിന് ശേഷം OTT കൂടുതലായി സിനിമകൾ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ OTT അത് എടുക്കുന്നില്ല. അപ്പൊ തിയേറ്ററുകളിൽ വിജയിച്ച സിനിമകൾ മാത്രമേ OTTയിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ള ധാരണ കുറച്ചധികം നാളുകളായിട്ട് OTTs എടുക്കുന്ന ഒരു മാറ്റമാണ്. അതിന് പിന്നാലെയാണ് തിയേറ്റർ ഓണേഴ്സ് കർശനമായ നിബന്ധന വെക്കുന്നത്. 8 ആഴ്ചത്തെ ഒരു വിൻഡോ വേണം. 8 ആഴ്ചത്തെ തിയേറ്ററുകളിൽ സിനിമകൾ കളിക്കണം. അതിനുശേഷം മാത്രം നിങ്ങൾ OTTയിൽ കൊടുക്കുമെന്ന് നിർമ്മാതാക്കളോട് കുറച്ചധികം മാസങ്ങളായി തിയേറ്റർ ഓണേഴ്സ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന് കൂട്ടായ ഒരു ചർച്ചയിലോട്ടോ കാര്യങ്ങളിലോട്ടോ നീങ്ങിയില്ല. പെട്ടെന്ന് നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നും ഇങ്ങനൊരു തീരുമാനം വരികയാണ്. സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ഷൂട്ടിംഗ് വേണ്ട, ഒരു തരത്തിലുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് വേണ്ട, പ്രീ പ്രൊഡക്ഷൻ സിനിമാ സമരം ആയിട്ട് തന്നെ മുന്നോട്ട് നീങ്ങാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം. കാരണം തിയേറ്റർ ഓണേഴ്സ് യാതൊരുവിധ വ്യക്തതയും ഇല്ലാതെയാണ് ഈ വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടായ ചർച്ചകൾക്കോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ ഒരു വാശി പിടിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് നിർമ്മാതാക്കളുടെ സംഘടന എടുക്കുന്ന തീരുമാനമാണ് ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ നിർത്തിയിട്ട് തമിഴ് സിനിമാ ലോകം സ്തംഭിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു കാര്യം ആദ്യമേ പറയാൻ പറ്റുന്നത്, തമിഴ് സിനിമയിലാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ഇത് കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സിനിമാ സമരങ്ങൾ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളായി മുന്നിലൊക്കെ തന്നെ സിനിമാ സമരം പ്രഖ്യാപിക്കുന്നത്, പിന്നീട് അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെ വന്നിട്ട് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇവിടെ തമിഴ് നിർമ്മാതാക്കൾ, ആക്ടീവ് പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ അസോസിയേഷനും ഒക്കെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം തിയേറ്റർ ഓണറുകളുടെ ഈ വാശിയാണ്. 2 പേർക്കും 2 കഥയാണ് പറയാനുള്ളത്. തിയേറ്റർ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവർക്ക് ഓരോ പ്രധാനപ്പെട്ട സിനിമകൾ വരുമ്പോഴേക്കും അത് തിയേറ്ററുകളിൽ കുറച്ച് നാൾ നിൽക്കണം. അതായത് 8 ആഴ്ചത്തെ വിൻഡോ, അതായത് 56 ദിവസം തിയേറ്ററുകളിൽ നിൽക്കണമെന്നാണ് തിയേറ്റർ ഓണേഴ്സിന്റെ ആവശ്യം. എന്നാൽ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ബിസിനസ്സാണ്. അവർക്ക് ഒരു ചേർന്ന് കൂട്ടായ ഒരു തീരുമാനം എടുത്തതിന് പിന്നാലെ നോക്കുകയാണെങ്കിൽ ശരി എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷെ ഒരു കൂട്ടായ ചർച്ചകൾക്ക് ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇപ്പോൾ ഒരു സിനിമാ സമരം ഒരുപക്ഷെ തിയേറ്റർ ഓണേഴ്സിന്റെ ഈ ഒരു തീരുമാനത്തിനെതിരെ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേരളത്തിൽ നിലവിൽ പൊക്കൊണ്ടിരുന്ന സാഹചര്യം 42 ദിവസം എന്നായിരുന്നു. പക്ഷെ അതിപ്പോൾ പല സിനിമകൾക്കും ആവർത്തിക്കുന്നില്ല, കാണുന്നില്ല. 28 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ തമിഴ് സിനിമയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ തന്നെ OTTയിലേക്ക് പോകുന്നുണ്ട്. ഈ കോവിഡ് വന്നതിന് ശേഷം ഈ തിയേറ്റേഴ്സും OTTയും തമ്മിലുള്ള ഒരു റിസ്ക് കൂടുന്നുണ്ട്. ആ കൂടുന്ന സാഹചര്യം നിർമ്മാതാക്കൾ ഇതിനകത്ത് ഇടപെടാത്തതും നിർമ്മാതാക്കളുടെ ഒരു സ്ട്രോങ് പോയിന്റ് ഓഫ് വ്യൂ കിട്ടാത്തതും ഇത് വലിയൊരു ക്ഷീണത്തിലും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട
ഒരു സിനിമാ വ്യവസായമായ തമിഴ് സിനിമാ വ്യവസായം സ്തംഭിക്കാൻ പോകുന്നു എന്നതാണ്. ഇനി സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു വലിയ കടുത്ത തീരുമാനത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ബാധിക്കുന്നത്. കാരണം ഒരു സിനിമാ സെറ്റിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, സെറ്റിൽ ഇല്ലാതെയും അല്ലാതെയും. അപ്പോൾ അതുകൊണ്ട് സിനിമാ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് സിനിമാ പ്രവർത്തകരെ അത് ബാധിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. തിയേറ്റർ ഓണേഴ്സുമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വരും മണിക്കൂറുകളിലേക്ക് അറിയാം. കഴിഞ്ഞ ദിവസം അതായത് 22-ാം തീയതിയാണ് പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു കടുത്ത തീരുമാനം വരുന്നതും അതിന് ഏതൊക്കെ രീതിയിലുള്ള സിനിമാ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്നത് കാത്തിരുന്നു. ശരി, ഹരികൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഹരി പറഞ്ഞതുപോലെ തന്നെ തമിഴ് സിനിമാ ലോകം സ്തംഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ചില യൂട്യൂബ് കമൻസ് ഒക്കെ വരുന്നുണ്ട്. സൂര്യൻ കൃഷ്ണൻ പറയുന്നു, ഓണപ്പാട്ട് നന്നായിട്ടുണ്ട്, ഇത് ഒരു വെറൈറ്റി പാട്ടാണ്, എത്രയോ പാട്ടുകൾ ഇറങ്ങി, ഈ പാട്ട് കലക്കും, സൂപ്പർ. അതുപോലെ പറയുന്നു, ഈ ഓണം ന്യൂസ് 18-നൊപ്പം. തീർച്ചയായും വളരെ മനോഹരമായ ഗാനമാണ്. ഈ ഗാനത്തിന് നമുക്ക് ഒരുപാട് റെസ്പോൺസസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഓണനാളുകളിൽ നിങ്ങളുടെ പരിപാടികളുടെ ഇടയിലൊക്കെ ഈ ഒരു പാട്ട് ഹിറ്റാവണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. നാട്ടിൽ നടക്കുന്ന നുറുങ്ങു വാർത്തകളെല്ലാം കാണാം, അത് നല്ലതല്ലേ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും നാട്ടിൽ നടക്കുന്ന എല്ലാ വാർത്തകളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നോക്കിയാണ് നമുക്ക് ഈ ഒരു ബുള്ളറ്റിൻ, ഈ ഒരു മോർണിംഗ് ഷോ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ശരി, നമുക്ക് ബാക്കി വാർത്തകളിലേക്ക് പോവാം. തിരുവോണത്തിന് ഇനി 4 നാൾ മാത്രം. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാതിർ ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അതെ, നമ്മുടെ പാട്ടിൽ പറയുന്നത് പോലെ തന്നെ ഓണം ഇങ്ങെത്തി, ഇനി വെറും 4 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഓണ വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി വരാം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിൽപ്പന നടക്കുന്ന സമയം കൂടിയാണല്ലോ ഓണക്കാലം എന്നത്. ചന്തകൾ മുതൽ മോളുകൾ വരെ ഉപഭോക്താക്കളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഓണത്തിരക്കിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുമുണ്ട്. അങ്ങനെ ഒന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഓണക്കാലമല്ലേ, എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റായിട്ടിരിക്കുകയായിരിക്കും അല്ലേ. ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ കടയിലൊക്കെ പോയി മേടിക്കുന്നു. ഇങ്ങനെ വാങ്ങുന്ന കൂട്ടത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണോ, കൊള്ളാമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഓണത്തിനൊരു പായസം വെക്കണ്ടേ, പായസം വെക്കണമെങ്കിൽ നല്ല പാലൊക്കെ വേണ്ടേ. ആ പാലെല്ലാം അത്ര ക്വാളിറ്റി ഉള്ളത് തന്നെയാണോ നിങ്ങൾക്ക് അറിയോ? അതറിയണമെങ്കിൽ പറ്റുന്ന സംവിധാനം ഈ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ക്ഷീര വികസന വകുപ്പിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസുകളുണ്ട്. ഞാനിപ്പോൾ കോട്ടയത്തെ ഓഫീസിലാണ് നിൽക്കുന്നത്. ഇവിടെ അവർ തകൃതിയായ പണിയിലാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറേ പല കമ്പനികളുടെ പാലുകൾ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സാമ്പിളുകളൊക്കെ നടക്കുകയാണ്. മാഡം, ഇതിപ്പോൾ പല കമ്പനികളുടെ സാധനങ്ങളാണ് ഇല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ ഇവിടെ നിങ്ങൾ നടക്കുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? രാവിലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാക്കറ്റ് മിൽക്ക് കളക്ട് ചെയ്യും. എന്നിട്ട് അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്യും. പിന്നെ അതുകൂടാതെ സംഘങ്ങളിൽ നിന്ന് കർഷകരുടെ സാമ്പിൾസ് എടുക്കുന്നുണ്ട്. സംഘങ്ങളുടെ സാമ്പിൾസ് ബൾക്കായിട്ടുള്ള. ഇത് ഓണക്കാലം ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണോ? ഓണക്കാലത്ത് നമ്മളിത് ഒരു പ്രത്യേക ഊർജിത പാൽപരിശോധന, ഒരു കർഷകർക്ക് ഇൻഫർമേഷൻ സെൻറ്ററും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനും, അതാണ് ഇതിലായിട്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആരും പരാതി പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഈ മാർക്കറ്റിൽ നിന്നുള്ള സാമ്പിളുകളെല്ലാം എടുത്ത് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ ഏറ്റവും കുറഞ്ഞ 15 മാർക്കറ്റ് സാമ്പിളെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും നാട്ടുകാർക്ക് സംശയം തോന്നി പരാതി ഉണ്ടെങ്കിലും നിങ്ങളെ വിളിച്ച് പറയാം, നിങ്ങളത് ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണോ? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? ഒരു പാൽ ആ സാമ്പിൾ കൊണ്ടുവരണം. അതായത് പാക്കറ്റ് പാലാണെങ്കിൽ പാക്കറ്റായിട്ട് തന്നെ കൊണ്ടുവരണം, പൊട്ടിച്ചിട്ടല്ല കൊണ്ടുവരുന്നത്. അതിൽ ആരെങ്കിലും കൃത്രിമം കാണിച്ച് കൊണ്ടുവന്നതാണെന്നുള്ള സാഹചര്യം ഉണ്ടാവരുത്.
അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തിയാൽ നിങ്ങളുടെ നടപടി എന്താ? FSSAയ്ക്ക് റിപ്പോർട്ട് ചെയ്യും. എന്തായാലും ഇവിടെയാണ് പരിശോധനകൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. പല തരത്തിലുള്ള പരിശോധന ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് പണ്ടൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ളത് പോലെ വെള്ളം ചേർത്ത പാലിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുമാത്രമല്ല, പല പരിശോധനയുണ്ട്. ടെക്നീഷ്യൻ ഉണ്ട്, ടോം എന്നല്ലേ സാറിൻ്റെ പേര്? അദ്ദേഹം ടോം സാറ് ലാബ് ടെക്നീഷ്യനാണ്. ഇതിലെന്താ, ഈ മെഷീനിൽ എന്താ നടക്കുന്നത്? നമ്മൾ അനലൈസർ എന്ന് പറഞ്ഞതാണ്, മിൽക്ക് അനലൈസർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാലിൻ്റെ സ്റ്റാൻഡേർഡ്, അതായത് നമ്മളിപ്പോൾ നോർമലി പശുവും പാൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പാലിൽ 87% വെള്ളം എന്നുള്ളതാണ് നമ്മൾ ഒരു കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഒരു 13% പാലെന്നാണ് നമ്മൾ. ചിലപ്പോൾ അതിൻ്റെ വേരിയേഷൻ വരെ, ഇപ്പോൾ ഒരു ഇളം കറവ പോലെയുള്ള ഇതൊക്കെ ആണെങ്കിൽ ഫാറ്റിൽ വേരിയേഷൻ വരെ, പക്ഷേ റീഡിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫാറ്റും എസൻറ്റഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വില ഇടുന്നത് പോലും. ഇപ്പം ചാർട്ട് പ്രകാരം വില എങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് പാലിൻ്റെ സ്റ്റാൻഡേർഡ് കറക്റ്റാണ് നോക്കാനുള്ള ഏറ്റവും നൂതനമായ പാല് വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ബേസിക്കലി അറിയാൻ പറ്റും, സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് ഇത്രയും വെള്ളം എന്ന് പറഞ്ഞാൽ ഈ 87% വെള്ളം എന്നുള്ളത് ഒരിക്കലും ഈ മെഷീനിൽ കാണിക്കത്തില്ല. ആഡ് ചെയ്യുന്ന വെള്ളം ഈ മെഷീനിൽ കാണിക്കാറുണ്ട്, ആഡ് വാട്ടർ. അപ്പം നമ്മളല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു 13%, ഒരു 8.5% SNFും ഒരു 4% ഫാറ്റും വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് വാട്ടറിൻ്റെ അവിടെ 0 കാണിക്കും. ഇതിനകത്ത് ഈ മെഷീനകത്ത് നമ്മൾ വാട്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നോർമൽ 0 കാണിക്കും. പിന്നെ ഇത് 0 കാണിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് കഴിയുമ്പോൾ നമ്മുടെ ഓൾറെഡി മാനുവലായിട്ട് നമ്മൾ ലാക്ടോമീറ്റർ റീഡിങ് നമ്മൾ നോക്കും. നോർമലി ഉള്ള ഒരു പാലെന്ന് പറയുമ്പോൾ അതിനകത്ത് 29 to 30 റീഡിങ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ റീഡിങ് കുറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. അല്ലെങ്കിൽ റീഡിങ് കുറയുന്നുണ്ടെങ്കിൽ ഫാറ്റ് കൂടും. അപ്പോൾ നമ്മുടെ കറവ തീരുന്ന സമയത്തുള്ള പാലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ റീഡിങ് ഒരു 28, 27 വന്നാൽ അപ്പോൾ ഫാറ്റിൻ്റെ 4, 5 അങ്ങനെയുള്ള വേരിയേഷൻ ഉണ്ടാകാറുണ്ട്. എന്തായാലും തട്ടിപ്പ് നടത്തിയാൽ പിടിക്കും. ഇത് മാത്രമല്ല, ഇപ്പുറത്ത് കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ പാലിൽ വെള്ളം ചേർക്കുന്നത് മാത്രമല്ലല്ലോ, ഷുഗർ, അങ്ങനെ പല സാധനങ്ങൾ, ഗ്ലൂക്കോസ്. ഇതെന്താണ് ഈ ഓരോ നമ്മൾ പാലിൻ്റെ അകത്ത് വരുന്നത്? സാധാരണഗതിയിൽ നമ്മളിപ്പം ആൾക്കാരിപ്പം സാധാരണ കർഷകരങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നില്ല, വളരെ ഇതുള്ളൂ. പക്ഷേ ഈ പാലിൻ്റെ അകത്തുള്ള റീഡിങ് കുറയുമ്പോൾ, അത് വെള്ളം ചേർത്ത് കഴിയുമ്പോൾ റീഡിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് ഷുഗർ ആഡ് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല, ഇതെന്തൊക്കെയാണ് ഓരോ പലതുണ്ട്. അതെ, അപ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്നു. അതുപോലെ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പാലിൻ്റെ അകത്തുള്ള ബൈകാർബണേറ്റ് ആണ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാക്ടോസിന് അളവ്, വെള്ളം ചേർക്കുമ്പോൾ ലാക്ടോസിന് അളവ് കുറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഷുഗർ ചെയ്യുക. പക്ഷേ അത് ശരിക്കും ചെയ്യാൻ പാടില്ല. പക്ഷേ അത് അങ്ങനെ ഷുഗർ ചേർത്ത് നമുക്കറിയാൻ പറ്റും. അത് നമുക്ക് പാലിന് നമുക്കിപ്പോൾ ഒരു ഓർഗാൻ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ടെസ്റ്റ് നമുക്കുണ്ടാവുള്ളൂ. നമ്മൾ കണ്ണ്, മൂക്ക്, നാക്കെന്നുള്ള നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം, സ്മെല്ല് ചെയ്യുമ്പോൾ അറിയാം, അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഷുഗർ ടെസ്റ്റ് അതുകൊണ്ട് ചെയ്യുന്നതാണ്. പ്ലസ് നമ്മുടെ സ്റ്റാർച്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഈ കപ്പപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്തിട്ട് ആൾക്കാർ ഇത് കാണിക്കാൻ വേണം. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ അതൊക്കെ നമുക്ക് കണ്ടെത്താനുള്ള സംവിധാനമാണ്. പിന്നെ ഗ്ലൂക്കോസ് ചേർക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാൾട്ടോഡെക്സിൻ, അതാണ് ഇതിൻ്റെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിൻ്റെ കെമിക്കലുകളായിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് പ്രോട്ടോക്കോൾ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, ഇപ്പം ഇവിടെ നിൽക്കുന്ന നമ്മുടെ യൂണിറ്റിലുള്ള ജീവനക്കാർ, ഓഫീസർമാർ കൂടെ നമുക്ക് ഈ 12 യൂണിറ്റ് ഉണ്ട് നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ തന്നെ. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ, അപ്പോൾ നമ്മുടെ ഇവിടെ താഴെ ഞങ്ങളുടെ ജില്ലാ ഓഫീസറുണ്ട്. ഇപ്പം മേഡമാണ് ഇവരെല്ലാം ലിസ്റ്റ് ചെയ്ത് ഇവിടെ ഇടുന്നത് നമ്മുടെ ഈ ഓണ സമയത്ത്. ഇവിടെ അതിനിടയ്ക്ക് ഈ ഫോർമാലിൻ്റെ ഒക്കെ പേര് എഴുതി അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ പാല് കേടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമാലിനെ യൂറിയ പോലെ സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. കാരണം നമുക്കിപ്പോൾ മിൽമ പോലെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്ക് എത്ര ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സംവിധാനമുണ്ട്. കാരണം അവർക്ക് കൂൾ ചെയ്യാനുള്ള പ്ലാന്റുകളും എല്ലാ സംവിധാനങ്ങളും ഉള്ളതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ള ആൾക്കാർ, മറ്റ് പ്രൈവറ്റ് സെക്ടറിലുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അത്ര സാഹചര്യം അവർക്ക് പെർമനൻ്റ് ആയിട്ട് വയ്ക്കുന്നതിനേക്കാൾ ഈ ഓണക്കാലം ആകുമ്പോഴത്തേക്കും പാല് കൂടുതൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ പാല് സംഭരിക്കാനൊരു സംവിധാനമൊക്കെയില്ല വരുമ്പോൾ മേ ബി അവർക്കൊരു പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പം ഇന്ന ആൾക്കാർ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള പ്രിസർവേറ്റീവ്സ് ആണ് ഈ വരുന്നത്. സാധ്യതയുണ്ട്. അപ്പോൾ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കെമിക്കലാണ്. ഇത് കെമിക്കലല്ല. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കലല്ല. ഓൾറെഡി നമുക്കിത് അതും ചെയ്യാൻ പാടില്ല. അഡൾട്രേറ്റ് ചെയ്യാന്ന് തോന്നുന്നു. മറ്റൊരു അങ്ങനെ കെമിക്കലാണ്, പ്രിസർവേറ്റീവ്സ് ആണ് വരുന്നത് പറയുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഇത്രയുള്ള ഈ നിലവിലുള്ള ഷുഗർ, സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഇങ്ങനെ മാൾട്ടോഡിക്ഷൻ വരെ നമ്മളൊരു അഡൾട്രൻസ് ആയിട്ടും, എല്ലാ അഡൾട്രൻസ് ആണ് നമ്മൾ കോമൺലി, പക്ഷേ അഡൾട്രൻസ് ആയിട്ട് ഇതും പിന്നെ ബാക്കിയുള്ള പ്രിസർവേറ്റീവ്സ് ആയിട്ടോ കാണും. കാരണം പാല് കേടാകാതിരിക്കാൻ. മറ്റേ പാലിനെ നമ്മൾ കൃത്രിമമായിട്ട് പാലാണ് അങ്ങനെ ചേർത്തവരൊക്കെ ഇടയ്ക്ക് പിടിക്കാറുണ്ടോ? അങ്ങനെ സാധാരണഗതിയിൽ നമുക്ക് ഈ ഷുഗറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കർഷകരെടുത്തൊക്കെയാണ് നമ്മൾ സൊസൈറ്റി പറയും, മറ്റേതുണ്ട്. പിന്നെ ബാക്കിയുള്ള പാക്കറ്റിൽ നമുക്ക് സ്റ്റാൻഡേർഡാണ് എപ്പോഴും കുറവ് വരുന്നത്. അതായത് ശരിക്കും ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട്. ജനങ്ങൾക്ക് നല്ല പാലും നല്ല പായസവും ഒക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് ആളുകൾ ഉപയോഗപ്പെടുത്തുക കൂടി വേണം, അല്ലേ? നമ്മളിവിടെ ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞപ്പം മേഡമാണ് ഓഫീസർ. അപ്പം നമ്മുടെ ഇവിടെ എല്ലാ ദിവസവും നമ്മൾ പാല് സൗജന്യം പരിശോധിച്ച് കൊടുക്കും. പക്ഷേ നമ്മൾ ബുധനാഴ്ച ദിവസം വെക്കാൻ കാരണം ഞങ്ങൾ ഈ 250 സൊസൈറ്റികൾ ഞങ്ങളിങ്ങനെ പോകുന്നതിൻ്റെ പേരിൽ നമുക്ക് ഒരു ബുധനാഴ്ച ദിവസം ഇവിടെ എപ്പോഴും ആളുണ്ടാവും. ഇനി അതല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മില്ലി പാലെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് പാൽ ഉപയോഗിക്കാൻ കൊള്ളുമോ ഇല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കത് ഫ്രീ ആയിട്ട് പരിശോധിക്കാം. ആളുകൾ ഈ സ്വന്തം പാല് വീട്ടിൽ കറവയൊക്കെ ഉണ്ടല്ലോ, അവരുടെ പരിശോധിക്കാനുള്ള അങ്ങനെയുള്ള സൗകര്യം ഉണ്ടോ ഇവിടെ? നല്ലൊരു കർഷകൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫാറ്റ് സാമ്പിൾ. അപ്പോൾ ഇതാണ് ഓണക്കാലത്തല്ല ഏത് കാലത്തും ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്.
എന്തെങ്കിലും സാധ്യതകൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംശയ നിവാരണത്തിനും ഇവർ സ്വന്തം പശു കറവയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഇത്തരം സൗകര്യങ്ങളുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെയും ഇത്തരം സൗകര്യങ്ങളുണ്ട്. അപ്പം ഓണക്കാലം ആരോഗ്യകരമായ നല്ല ഭക്ഷണം കഴിക്കാനുള്ള കാലം കൂടിയാണ്. അത് ആരോഗ്യകരമാണെന്ന് ഉറപ്പുവരുത്തുക ഓരോരുത്തരുടെയും അവകാശമാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ജോസ്മിയാണോ ജോസ്മൈ ആണോ എന്ന് എനിക്കറിയില്ല. JOSCMY ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ്. അതുപോലെ ജൂലി പോൾ ചക്കിയത്ത് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. നല്ലൊരു പ്രഭാതം ആശംസിക്കുകയാണ്. സാമുവൽ ഗുഡ് മോർണിംഗ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ പ്രേക്ഷകരുടെയും ഭാഗത്തുനിന്ന് നമ്മുടെ എല്ലാവരുടെയും ഗുഡ് മോർണിംഗ് ആശംസിക്കുകയാണ്. സുജീഷ് നന്നങ്ങാടി തംസപ്പ് തരുന്നുണ്ട്. തംസപ്പ്. ഓക്കെ, ശരി, ബാക്കി വാർത്തകളിലേക്ക് പോവാം. ഓണത്തിന് മഹാബലി എങ്ങനെയൊക്കെ വരും എന്ന ചോദ്യത്തിന് മലപ്പുറം രാമപുരം ജെംസ് കോളേജിലെ കുട്ടികൾ ഇങ്ങനെ പറയും: വേണമെങ്കിൽ ആകാശത്ത് കൂടിയും എന്ന് പറയുക മാത്രമല്ല, മഹാബലിയെ അവർ ഹെലികോപ്റ്ററിൽ ഇറക്കുകയും ചെയ്തു. കാണാം പാതാളത്തിൽ നിന്നും ജെംസിലേക്ക് പറന്നു വന്ന മാവേലിയെ. പാതാളത്തിൽ നിന്നും മാവേലി തവണ പറന്നിറങ്ങുകയാണ് ഹെലികോപ്റ്ററിൽ. മലപ്പുറം ജെംസ് കോളേജിലെ ഓണാഘോഷം വേറെ ലെവലാണ്. മാവേലി ഹെലികോപ്റ്ററിൽ ഓണാഘോഷത്തിന് വന്നിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. മാവേലിയുമായി ഹെലികോപ്റ്റർ വന്നിറങ്ങിയിരിക്കുന്നു. ആഘോഷ തീർപ്പിലാണ് ഈ ഒരു ക്യാമ്പസ് ഒന്നാകെ. ആവേശം, വാനോളം ഉയർന്ന അന്തരീക്ഷം, വാനോളം ആവേശം. മാവേലി വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാനായി കുട്ടികളെല്ലാം തന്നെ ഹെലികോപ്റ്റർ ചുറ്റും ആണി നിരന്നിരിക്കുകയാണ്. ആവേശം മലതല്ലുകയാണ്. അങ്ങനെ മാവേലി വന്നിറങ്ങണേ. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? അടിപൊളി യാത്ര ചെയ്തു. പാതാളത്ത് എങ്ങനെ ഹെലികോപ്റ്റർ കിട്ടിയ? അത് മോഡേൺ മാവേലിയൊക്കെ ആകാശത്താണ്. രണ്ടാം തവണയിലാണ് ഹെലികോപ്റ്ററിൽ വരുന്നത്. പക്ഷെ അത് തുമ്പി, ഇത് ഡ്രാഗൺ. ഈ ബൽവയുടെ ഓണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയാ ഇതാണ് ബൽവ. ഇതിന്റെ ടോപ്പില് കുറച്ച് ഇത് അതിന് മുന്നേ സാമ്പിൾ വന്നു പോകണം. സാമ്പിൾ കാണിച്ച് പിന്നെ രണ്ടാമത്തെ എന്താണ് പ്രജകളോട് പറയാനുള്ളത്? മാവേലിക്ക് ബൽവോണം, ഹാപ്പി ഓണം, ഒരേപോലെ. എന്തായാലും ജെംസിലെ ഓണം വേറെ ലെവൽ ഓണമാണ്. നമ്മുടെ ജെംസിലെ പിള്ളേർ ഇവിടെ ചേരുന്നുണ്ട്. നിങ്ങൾ ഫൈനൽ ഇയർ ആണോ? നിങ്ങൾ ഈ കോളേജിൽ അവസാനത്തെ ഓണം എങ്ങനെയുണ്ട്? കഴിഞ്ഞ തവണ അതിഗംഭീരമായിട്ടാണ് ഹെലികോപ്റ്റർ ഇറക്കിയിടാൻ. കഴിഞ്ഞ തവണ ഹെലികോപ്റ്റർ തന്നെയായിരുന്നു. അല്ല, ഇതിനൊക്കെ വലിയ ചെലവല്ലേ? ഫണ്ട് അവസാനത്തെ ഓണത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. രാവിലെ പാരാച്ചൂട്ട് ഇറങ്ങി. ഈ കോളേജിൽ അവസാനത്തെ ഓണം അവിസ്മരണീയമാക്കാണ്. എല്ലാരും കളറൊക്കെ പലരും പറഞ്ഞു എന്തോ ഈ കയർമ കെട്ടിയാണ്ട് ഇങ്ങനെ പൊങ്ങണ സാധനമാണ് കേരളം മൊത്തം ഓണം അടക്കി ഭരിച്ചതെന്ന്. ഇതിങ്ങനെ കറങ്ങി വരുന്ന സാധനം. അതെ, അത് കാണിച്ചു കൊടുക്കുക. അതാണ് CV അനുമോദ്, ന്യൂസ് 18. അത്തച്ചമയത്തിന് എയറിൽ നിൽക്കുന്ന ഒരു രൂപമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നില്ല, ഈ ജെൻസീസ് പറയുന്നത് പോലെ തന്നെ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന രീതിക്ക് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ഒരു മാവേലിയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ടെക്നോളജിയും ട്രഡീഷനും കൂടെ ഒന്നിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ജെംസ് കോളേജിൽ നിന്നും കണ്ടത്. ഒരുമയോടെ വനിതകൾ ഒരുക്കിയ പൂക്കൃഷിയിൽ സമൃദ്ധിയുടെ നിറക്കാഴ്ച. ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ഈ കൃഷിയുടെ വരുമാനം കാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെക്കുമ്പോൾ കൊണ്ടോട്ടിയിൽ വിരിയുന്നത് പൂക്കൾ മാത്രമല്ല, നന്മ കൂടിയാണ്.
ഒരുമയും വളയിട്ട കൈകളുടെ ദൃഢമായ തീരുമാനവും കരുണ നിറഞ്ഞ മനസ്സും ചേർന്നപ്പോൾ പൂക്കൃഷിയിൽ 100 മേനി വിളവ്. കൊണ്ടോട്ടിയിലെ വനിതാ കൂട്ടായ്മയിൽ വിരിഞ്ഞത് ഓണക്കാല പ്രൗഢി നിറച്ച പൂക്കളുടെ വസന്തകാലം. കൊണ്ടോട്ടി നഗരസഭയുടെയും കൊണ്ടോട്ടി കൃഷിഭവന്റെയും സഹകരണത്തോടെ 3 വനിതകൾ ചേർന്ന SMP ഗ്രൂപ്പാണ് ഈ പൂക്കൃഷിക്ക് തുടക്കമിട്ടത്. കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിനോട് ചേർന്ന് സൗജ ആലങ്ങാടന്റെ വീടിനടുത്തുള്ള 15 സെന്റ് സ്ഥലത്താണ് മനോഹരമായ പൂന്തോട്ടം. സൗജ ആലങ്ങാടൻ, മഞ്ജുഷ KKV, MV പ്രഷീദ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി. പ്രധാന റോഡിൽ നിന്ന് തന്നെ കണ്ണിൽപ്പെടുന്ന പൂന്തോട്ടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. പക്ഷേ ഈ പൂക്കളുടെ സൗന്ദര്യത്തിനപ്പുറം മറ്റൊരു നന്മ കൂടി ഇവിടെയുണ്ട്. പൂന്തോട്ടം കാണാനെത്തുന്നവർ നൽകുന്ന പ്രവേശന തുകയും പൂവിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുകയും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ നൽകാനാണ് ഈ വനിതാ കൂട്ടായ്മയുടെ തീരുമാനം. ഓണത്തിന് നിറം പകരുന്ന പൂക്കൾക്കൊപ്പം ഒരുമയുടെയും കരുണയുടെയും സന്ദേശം കൂടി വിരിയുകയാണ് ഇവിടെ. കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്ന ഈ പൂക്കാലം നന്മയുടെ പൂക്കാലം കൂടിയാകുന്നു ഇവിടെ. ന്യൂസ് 18 മലപ്പുറം. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ 14ാമത് ഷോറൂം തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള മണവാട്ടി ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഷോറൂം സിനിമാ താരം പ്രീതി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കമ്പനി ചെയർമാൻ ശ്രീ രാജഗോപാൽ, പത്നി ശ്രീമതി ഇന്ദിര രാജഗോപാൽ, മാനേജിംഗ് ഡയറക്ടർമാരായ ശ്രീ പ്രസാദ് രാജഗോപാൽ, ശ്രീ പ്രജീഷ് രാജഗോപാൽ, ഡയറക്ടർമാരായ സനിഷ്മ പ്രസാദ്, ശ്രുതി പ്രജീഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ആകർഷകമായ ഓഫറുകളും ആനുകൂല്യങ്ങളും കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുണ്ട്. 10 ഭാഗ്യശാലികൾക്ക് ഓരോ ഡയമണ്ട് മോതിരവും, ഓരോ 4 ഗ്രാം പർച്ചേസിനും സൗജന്യ സ്വർണ്ണ നാണയം, അതുപോലെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 40% വരെ ഡിസ്കൗണ്ട്, പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഗ്രാമിന് 1000 രൂപ അധികം, എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയാണ് ഓഫറുകൾ. ഈ ഉദ്ഘാടന ഓഫർ സെപ്റ്റംബർ 30 വരെ തലശ്ശേരി ഷോറൂമിൽ ലഭ്യമാകുമെന്ന് ഉടമസ്ഥർ അറിയിച്ചു. സ്റ്റാർട്ട് ചെയ്തത് 5 പതിറ്റാണ്ടായി കവിത കടിയെടുത്ത വിശ്വാസവും പാരമ്പര്യവുമായിട്ടാണ് കവിത മുന്നോട്ട് പോകുന്നത്. അവരുടെ തലമുറകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കളക്ഷനുകളായിട്ടാണ് കവിത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോകാം. പ്രാർത്ഥന സുരേഷിന്റെ 15ാം പിറന്നാളാണ് ഇന്ന്. ആശംസകൾ നേർന്നുകൊണ്ട് അമ്മ രാജിയും അച്ഛൻ സുരേഷും ചേച്ചി അനുഗ്രഹ സുരേഷും നമ്മളോടൊപ്പം ചേരുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ക്യാമറാമാൻ സന്തോഷ് കാരക്കോണത്തിന്റെയും രേവതിയുടെയും മകൻ കേദാർ S ഹരന്റെ 1ാം പിറന്നാളാണിന്ന്. കേദാർ മോന് ന്യൂസ് 18ന്റെയും ജന്മദിന ആശംസകൾ നേരുന്നു. ഓണക്കാലം ഇങ്ങ് എത്തി നിൽക്കുകയാണ്. എല്ലായിടത്തും വലിയ തിരക്കാണ്. ഓണക്കോടി എടുക്കാത്തവരൊക്കെ ഓടിപ്പോയി കടകളിൽ പോയി ഓണക്കോടി എടുത്തു. എല്ലായിടത്തും വമ്പൻ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാളെയും ഇതേ സമയം കൃത്യം രാവിലെ 7 മണിക്ക് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നതായിരിക്കും. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ദിസ് ഈസ് തെറാമിയ ഐസൻ സൈനിങ് ഓഫ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.